അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യം കപടമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയിരുന്ന ഒരു പഴയ രാഷ്ട്രീയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനാധിപത്യത്തെ അവഗണിക്കുന്ന ഒരു ശൈലിയിലാണ് എൻ്റെ പഴയ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം വരുന്നത്. അതിനുശേഷം ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ആണ് അതിൻ്റെ പ്രാധാന്യം ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം വലിയ ഭീഷണികളെ നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മതാധിഷ്ഠിത ഫാസിസം എന്നൊക്കെ പറയാവുന്ന, ഹിന്ദുത്വ ഫാസിസം എന്ന് കൃത്യമായി തന്നെ പറയാവുന്ന ഒരു ഭീഷണിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ട് എന്നുള്ളതാണ് എനിക്കൊക്കെ അല്പം പ്രതീക്ഷ നൽകുന്ന കാര്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഇനി അതിജീവിക്കുമോ എന്നുള്ള വലിയ ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഞാനത് ചില ഓൺലൈൻ സ്വീകരണങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നുണ്ടായി. ഇന്ത്യൻ ജനാധിപത്യം അതിജീവിക്കുമോ എന്ന് തന്നെയുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അന്തരീക്ഷമുണ്ടെന്ന് കാണുകയും ഇന്ത്യൻ ജനാധിപത്യ അതിജീവനത്തിൻ്റെ പാതയിലാണ് എന്ന് വീണ്ടും ഞാൻ എഴുതുകയുണ്ടായി. ഇന്ത്യൻ ജനാധിപത്യത്തിന് താരതമ്യേന മതേതരം കൂടിയായ ഒരു അടിത്തറ പാകുന്നതിൽ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം വലുതാണ്. ആദ്യകാലത്തൊക്കെ ഞാൻ ഗാന്ധിയൊക്കെ പിന്തിരിപ്പന്മാരായി തള്ളിപ്പറയുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ പിൽക്കാലത്താണ് ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി വഹിച്ച പങ്കിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാല നേതാക്കന്മാർക്ക് ശേഷം ബാലഗംഗാധര തിലകൻ നേതൃത്വം ഏറ്റെടുത്ത സമയത്ത് ഏറെക്കുറെ കോൺഗ്രസിനെ ഒരു ഹിന്ദു സംഘടന പോലെയാക്കി മാറ്റാൻ, ഹിന്ദു ആചാരങ്ങൾക്കൊക്കെ പ്രചാരം കൊടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലമുണ്ട്. തിലകൻ്റെ മരണശേഷം 1920 ഗാന്ധിജി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അന്ന് ഗാന്ധി പറഞ്ഞ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യമായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനം. താനൊരു ഹിന്ദുവാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിജിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നപ്പോൾ പലരും അത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല. പക്ഷെ നമുക്കറിയാം 20 മുതൽ 48 വരെ അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെയും ആ നിലപാട് പ്രായോഗികമാക്കുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം തന്നെ പ്രവർത്തിക്കുകയുണ്ടായത് കാണാം. ഈശ്വര അള്ളാഹേരെ നാം പോലെയൊക്കെയുള്ള ലളിതമായ പ്രാർത്ഥനാഗാനങ്ങളൊക്കെ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കുന്ന ഗാന്ധിജിയുടെ സവിശേഷമായ ഒരു ശൈലിയുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വളരെ ശക്തമായ മതേതര അടിത്തറ രൂപം കൊള്ളുന്നത് ഗ്രാമാന്തരങ്ങളിലേക്ക്, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണ കർഷക സമൂഹങ്ങളിലേക്കൊക്കെ തന്നെ ആ മതസൗഹാർദ്ദത്തിൻ്റെതായ സന്ദേശം പ്രായോഗിക തലത്തിലെത്തിക്കുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു മതേതര അന്തരീക്ഷത്തെയാണ് ഡോക്ടർ അംബേദ്കറും നെഹ്റുവും ചേർന്ന് നമ്മൾ ആധുനിക ഇന്ത്യൻ ജനാധിപത്യമാക്കി വികസിപ്പിക്കുന്നത് എന്നാണല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു മതേതര ജനാധിപത്യ അടിത്തറ ഇന്ത്യയുടെ കരുത്തായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ജനാധിപത്യം അതിജീവിക്കും എന്ന് തോന്നിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്. ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട
സവിശേഷത ഞാൻ ഈ പറഞ്ഞതുപോലെ അനവധി ഭാഷകൾ, ജാതികൾ, മതങ്ങൾ തുടങ്ങിയവ കൊണ്ടുള്ള വൈജാത്യങ്ങളാണ്. നമുക്കറിയാം, നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യമായ സിലോണിൽ 2 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ അവിടെയുള്ളൂ, തമിഴരും സിംഹളരും. പക്ഷെ അവർ തമ്മിൽ നടന്ന ദീർഘകാല സംഘടനത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അങ്ങനെയുള്ള ഭാഷക്കാർ തമ്മിൽ ഇങ്ങനെ സംഘർഷത്തിലേക്ക് ഏർപ്പെടേണ്ടി വരുന്നു. അപ്പോൾ അനവധി ഭാഷകൾ, സംസ്കാരങ്ങൾ, മതവൈജാത്യങ്ങളെല്ലാം ഉള്ള ഇന്ത്യയിൽ ആ രീതിയിൽ തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംഘടനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തെ മൊത്തം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതെ പോകുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഫെഡറലിസം ഓരോ ഭാഷാ സമൂഹത്തിനും തനതായ രീതിയിൽ നിൽക്കാൻ വലിയൊരു പരിധിവരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഘടന, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയൊരു കരുത്ത് തന്നെയാണ്. അപ്പോൾ വൈജാത്യങ്ങൾക്ക് നിൽക്കാനാകുന്നു. എല്ലാ ഭിന്നതകളും ഉള്ളപ്പോഴും ഈ തങ്ങളുടെ തനതായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ വിപുലമായൊരു ഫെഡറൽ ഘടന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്താണെന്ന് ഞാൻ കരുതുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വലിയ ഒരു സമൂഹത്തിൽ ചിട്ടയായി തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും എന്തെല്ലാം ദൗർബല്യങ്ങൾ ഈ ജനാധിപത്യത്തിനുണ്ട് എങ്കിലും ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ കപട ജനാധിപത്യത്തിൻ്റെ പല സ്വഭാവങ്ങൾ ഇവിടുത്തെ ജനാധിപത്യത്തിന് ഇപ്പോൾ പോരായ്മകളുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ അപ്പോൾ പോലും അതൊരു വലിയൊരു ജനാധിപത്യ പ്രക്രിയയായി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യം തന്നെയാണ്. അത് നമ്മൾ ഗൗരവോട് കാണേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇങ്ങനെയുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി വളരേണ്ടതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം പൊതുവായി ഒരു സംജ്ഞ മാത്രമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പൊതുവിൽ മർദ്ദിത ജനങ്ങൾ, മർദ്ദക സമൂഹങ്ങൾ എന്ന രീതിയിൽ 2 തിരിക്കുമ്പോൾ മർദ്ദിത വിഭാഗങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തെയാണ് പൊതുവിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് മുഖ്യമായും സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയാവുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിതിയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഏറ്റവും മുൻകൈ ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വ്യാപകമായ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പലരും അതേക്കുറിച്ച് ചർച്ചയും പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയെ പോലുള്ള അതിബൃഹത്തായ ഒരു സമൂഹത്തിൽ വേരൂന്നാൻ കഴിയാതെ പോയത്? ബംഗാൾ, ആന്ധ്ര, കേരളം പോലെയൊക്കെയുള്ള 2-3 ചെറിയ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ബംഗാളിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വളർന്നു വന്നൊരു കർഷക പ്രസ്ഥാനം, ആന്ധ്രയിൽ നൈസാമിനെതിരായി അവിടുത്തെ കർഷകർ മുൻകൈയെടുത്ത് നടത്തിയ തെലങ്കാന കലാപം വിളിക്കപ്പെടുന്നത്, കേരളത്തിലാണെങ്കിൽ ശ്രീധാരണ, അയ്യങ്കാളി പ്രസ്ഥാനങ്ങൾ പോലെയൊക്കെയുള്ള നവോത്ഥാന പ്രക്രിയയിലേക്ക് കേരളത്തെ നയിച്ച പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലം, ഇങ്ങനെയുള്ള സവിശേഷ സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന ഈ 2-3 സംസ്ഥാനങ്ങളിൽ മാത്രമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒതുങ്ങുകയാണ് ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനമായും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇവിടുത്തെ വർണ്ണജാതി വ്യവസ്ഥയുടെ ഘടനയാണ്. ഈ വർണ്ണജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ അമ്പേ പരാജയപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. സോഷ്യലിസ്റ്റുകാർ ചിലപ്പോൾ രാം മനോഹർ ലോഹി, പിന്നെ ഡോക്ടർ അംബേദ്കർ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ തന്നെയും ദളിത് പ്രസ്ഥാനങ്ങളുടെ താവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്.
പക്ഷെ അവർ രണ്ടു കൂട്ടരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വരുന്നതും കഴിയില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വർഗസമര സിദ്ധാന്തം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ യാന്ത്രികം എന്ന് പറയാവുന്ന രീതിയിലാണ് വർഗസമര സിദ്ധാന്തത്തെ കൊണ്ടു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജാതിയെ മനസ്സിലാക്കാൻ വർഗഘടനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ജാതി. അതിനെ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒട്ടും തന്നെ കഴിഞ്ഞില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല എന്നുള്ള പ്രകാരമാണ് ഞാൻ. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുവായി ഉണ്ടാകുന്ന വലിയൊരു ക്ഷീണം ഉണ്ടാക്കാനിടയാകുന്നത്. വർണ്ണജാതി വ്യവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നത് വർഗസമര സിദ്ധാന്തത്തിലൂടെ ഒരിക്കലും കഴിയില്ല. വർഗം നമ്മൾ സാമ്പത്തികമായ ഉച്ചനീചിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർഗങ്ങൾ തിരിക്കുന്നത്. സമ്പത്തില്ലാത്തവരും സമ്പത്തുള്ളവരും തമ്മിൽ അത് മാറി മാറി വരും. ഒരു തൊഴിലാളിക്ക് മുതലാളിയാകാൻ കഴിഞ്ഞേക്കാം, മുതലാളിമാർ ദരിദ്രരായി മാറിയേക്കാം. അങ്ങനെയുള്ള വർഗപരമായ മാറ്റങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാം. പക്ഷേ ജാതിപരമായ നിർണയം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അത് ജനനം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതാണ്. ഒരാൾ ദളിതനായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ദളിതൻ തന്നെയാണ്. അതാണ് അംബേദ്കർ നേരിട്ട പ്രശ്നം. അംബേദ്കർ ബറോഡ രാജാവിൻ്റെ സഹായത്തോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു ബുദ്ധിജീവിയൊക്കെ മാറി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് ജോലി കൊടുത്ത ഓഫീസിൽ സവർണനായ ഒരു പ്യൂൺ ഓഫീസിന് പുറത്ത് നിന്ന് ഫയൽ അംബേദ്കറുടെ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുക ചെയ്യും. കാരണം അംബേദ്കർ ദളിതനാണ്. സവർണനായ പ്യൂണിന് അടുത്തേക്ക് വരാൻ കഴിയില്ല. ജാതിയുടെ ഭീകരത നേരിട്ട് മനസ്സിലാക്കിയ ഒരാളുണ്ടാണ് അംബേദ്കർ. അതിനെ തുടർന്നാണ് അംബേദ്കർ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും തയ്യാറായി. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഈ ജാതി എന്ന പ്രശ്നം ജനനം കൊണ്ട് ഒരാളുടെ സാമൂഹ്യ പദവി തീരുമാനിക്കപ്പെടുന്ന മറ്റൊരിടത്തുമില്ലാത്ത ഒരു സാമൂഹ്യ വിഭജന പ്രക്രിയയാണ് വർണ്ണജാതി വ്യവസ്ഥയിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമായി എത്തുന്നത്. തീർച്ചയായിട്ടും കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിഭജനങ്ങളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് മറ്റൊന്നാണ്, അത് വേറെ രീതിയിലാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഇവിടെ അതല്ല. ഇത് ഒരു സാമൂഹ്യ ഘടനയായി വളരെ ആസൂത്രിതമായ രീതിയിൽ ബ്രാഹ്മണ മേധാവിത്വ കാലഘട്ടം മുതൽക്ക് രൂപക്കൊണ്ടുവന്ന ഒരു സാമൂഹ്യ ഘടനയാണ്. അപ്പം ഇതിന് മറികടക്കാൻ വർഗ സമര സിദ്ധാന്തത്തിന്, അതിന് മനസ്സിലാക്കാൻ പോലും വർഗസമര സിദ്ധാന്തത്തിന് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയ്ക്ക് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തലത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സജീവമായി അധികാര ഘടനയിലേക്കൊക്കെ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമായി, ജനാധിപത്യ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരിക്കലും മാറാനാവില്ല. തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ച ശേഷം അനവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ പാർട്ടികളായി മാറുകയുണ്ടായി. പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാതായി അങ്ങ് മാറുകയാണ് ശേഷം ശരിക്കും പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് പുതിയ ജനാധിപത്യ പാർട്ടികളായി മാറുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടനയോ രൂപവും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ജനാധിപത്യ പ്രസ്ഥാനമായി പാർട്ടിയായി മാറാൻ കഴിയില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന നിലപാട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ഒരു വലിയ ഉദാത്തമായ ലക്ഷ്യം. അത് അടിസ്ഥാനപരമായ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ ഘടനയായി മാറുന്നു എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള മുൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കാരണം ഒരു പാർട്ടി കേന്ദ്രീകൃതമാണ്. സോഷ്യലിസം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ടിയുടെ കേന്ദ്രീകൃത നേതൃത്വം വേണം. അങ്ങനെയുള്ളൊരു പാർട്ടി കേന്ദ്രീകൃത പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമായി മാറാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ CPI അവരുടെ പാർട്ടി പരിപാടിയിൽ തന്നെ അടുത്ത കാലത്ത് മാറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു കോൺഗ്രസ്സിൽ പ്രമേയം പാസ്സാക്കില്ലേ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ള ലക്ഷ്യപ്രഖ്യാപനം എടുത്തുകളയുകയും ജനാധിപത്യ പ്രക്രിയയിലൂടെ സോഷ്യലിസം നേടുക എന്ന ലക്ഷ്യം പറയുക. നല്ല മാറ്റമാണ്. CPI ഒരു ജനാധിപത്യ പാർട്ടി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ CPM അതിന് തയ്യാറായിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു നിലപാട്, തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നുള്ള ലക്ഷ്യം എടുത്തു കളഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണ്. പക്ഷെ അത് എടുത്തു കളയാതിരുന്നാൽ എന്തുണ്ടാവും? നിങ്ങൾക്കൊരിക്കലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അവിടെ കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി തന്നെ അത് നിലനിൽക്കും. പാർലമെന്ററി ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലൊക്കെ സജീവമായി പങ്കെടുക്കുമ്പോഴും ഒരു പാർട്ടി എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിയണമെങ്കിൽ ഈ നിലപാട് മാറ്റം അനിവാര്യമാണ്. അതല്ലാത്തിടത്തോളം കാലം തങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടി അത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരു പ്രായോഗിക പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. അത് അക്രമമാകട്ടെ, കൊലപാതകമാകട്ടെ, മറ്റെന്ത് വേണമെങ്കിലും പാർട്ടിക്ക് വേണ്ടി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പരിപാലനമായി കാണുന്നു. ചന്ദ്രശേഖര പദം പോലെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടും അത് തിരുത്താനോ അതിൽ കുറ്റബോധം പ്രകടിപ്പിക്കാനോ കഴിയാതെ വരുന്നൊരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ ജനാധിപത്യ വിരുദ്ധ സ്വഭാവമാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വല്ലാതെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന, മുന്നോട്ടുള്ള പ്രയാണത്തെ ഗുരുതരമായ രീതിയിൽ അപകടപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ അടിസ്ഥാന നിലപാടെന്ന് തന്നെയാണ് കരുതുന്നത്. അത് തിരുത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംഭവിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയായി തന്നെ മാറേണ്ടി വരും. അങ്ങനെ മാറാൻ തയ്യാറുണ്ടോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് മാറാൻ തയ്യാറാകാതെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന മറ്റൊരിടത്തുമില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സമീപകാലത്ത് ശക്തി പ്രാപിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളല്ല, സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ചേർന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യയിൽ മാത്രമാണ്. അതിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമായിട്ട് ഒന്നും ചെയ്തിരുന്നു. അപ്പോൾ അതിന് അത്തരം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിൽ വളരെയധികം ഇരുളടഞ്ഞ് തന്നെ നിൽക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെ ഉണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്ത് നൽകാൻ കഴിയുന്ന രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പങ്കുവഹിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് UPA കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്ന UPA ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ സഹായിക്കുകയുണ്ടായി. ആ രീതിയിൽ ഇടപെടലുകൾക്ക് കഴിവുള്ള രാഷ്ട്രീയ ധാരണകളുള്ളവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ആ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വികസിപ്പിക്കാൻ അവർക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും അതിന് കഴിയാതെ പോയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയുമായി പൊരുത്തപ്പെടാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള അഭിപ്രായത്തിലുള്ളത്. അപ്പോൾ തന്നെ UP, ബീഹാർ പോലെയൊക്കെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിൽ CPIക്ക് 29-30 MLA വരെ ഉണ്ടായിരുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോൾ UPയിലും ബീഹാറിലും തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കാര്യമായ ഒരു അടിസ്ഥാനമില്ല.
അങ്ങനെ തകർന്നു പോകുന്നതിൻ്റെ കാരണം അവിടെ ജാതി രാഷ്ട്രീയം വന്നപ്പോഴാണ്. ജാതി രാഷ്ട്രീയം എന്നതിനെ വളരെ അവജ്ഞയോടുകൂടി നമ്മൾ കേരളത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൊക്കെ പരാമർശിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി രാഷ്ട്രീയത്തിനൊരു പുരോഗമന സ്വഭാവമുണ്ട്. കാരണം നേരത്തെ സൂചിച്ച പോലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന സാമൂഹ്യ ഘടന സവർണ മേധാവിത്വപരമാണ്. സവർണ മേധാവിത്വത്തെ ചെറുക്കാൻ കഴിവുള്ളവർ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കോ ഒന്നും കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. അതിനെ ചെറുത്തത് സവർണ മേധാവിത്വത്തിൻ്റെ യഥാർത്ഥ എതിരാളികളായ പിന്നോക്ക ദളിത് ജാതി വിഭാഗങ്ങൾ, അവരുടെ സംഘടന, അംബേദ്കറുടെയും ലോഹിയുടെയൊക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യു പിയിലും ബീഹാറിലൊക്കെ രൂപം കൊണ്ടുവന്ന പുതിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, മായാവതിയുടെ BSP ആയാലും മറ്റേ മുലായം സിംഗ് യാദവിൻ്റെയൊക്കെ SP, അല്ലെങ്കിൽ RJD, ഇതുപോലെയൊക്കെയുള്ള UP ബീഹാർ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജാതി രാഷ്ട്രീയം എന്ന് അവജ്ഞയോടുകൂടി പറയുന്ന ഒന്നായിട്ടല്ല അതിനെ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സവർണ മേധാവിത്വം എന്ന ജാതി മേധാവിത്വത്തിനെതിരായി പൊരുതാൻ കഴിയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ, അവരുടെ കീഴിലുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്കുകളെയാണ് അവരുപയോഗപ്പെടുത്തുന്നത്. അത് യഥാർത്ഥത്തിൽ സവർണ മേധാവിത്വത്തെ, ഇന്ത്യയിലെ സവർണ മേധാവിത്വത്തിൻ്റെ നട്ടല്ലൊടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങളായി മാറിയിട്ടായി. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം 93 നടന്ന തെരഞ്ഞെടുപ്പിൽ BSPയും SPയും ഒരുമിച്ച് നിന്ന് ഉത്തർപ്രദേശിൽ ബാബറി മസ്ജിദ് തകർത്ത സവർണ മേധാവിത്വ ശക്തികൾ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ സവർണ വിഭാഗങ്ങൾ പരാജയപ്പെടുകയുണ്ടായി. ഈ പിന്നോക്ക ദളിത് കൂട്ടുകെട്ട് അവിടെ വിജയിക്കുകയും അധികാരത്തിൽ വരികയുണ്ടായി. അപ്പോൾ സവർണ മേധാവിത്വ ശക്തികൾക്കെതിരായി ഇന്ത്യൻ സമൂഹത്തിൽ ഈ പിന്നോക്ക ദളിത് ജാതി വിഭാഗങ്ങളുടെ രാഷ്ട്രീയമായ ഒന്നിക്കൽ, അവരുടെ സംഘടിത ശക്തിയായി അവർ വളർന്നു വരുന്നത്, അവരുടെ വോട്ട് ബാങ്ക് അവരുടെ തന്നെ നിയന്ത്രണത്തിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പുരോഗമനപരമായ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തെ ആ രീതിയിലല്ല അവഗണിക്കുകയല്ല വേണ്ടത്. അതിൻ്റെ പുരോഗമനപരമായ പങ്ക് നമ്മൾ തിരിച്ചറിയുകയും അതിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് കൂടുതൽ ഒരു ജാതി വോട്ട് ബാങ്കിൻ്റെ തലത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയും വിഭാഗീയമൊക്കെ ചെയ്യാനുള്ള അപകടങ്ങൾ, സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും അത് അങ്ങനെ ലളിതമായി അവഗണിക്കേണ്ട ഒന്നല്ല. അത്രയൊരു പ്രക്രിയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ പരിണതിയായിട്ട്, എന്ന് പറഞ്ഞാൽ സവർണ മേധാവിത്വത്തിന് കീഴിലുള്ളൊരു സമൂഹത്തിൻ്റെ ജനാധിപത്യ ദിശയിലേക്കുള്ള പുരോഗതിയിലൊരു ഭാഗമായി ഈ പറഞ്ഞ ജാതി രാഷ്ട്രീയം മാറുകയുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് ഒട്ടും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അതൊരു വലിയ അതിൻ്റെ പ്രമുഖരായ ചില നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ സന്ദർഭങ്ങളിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും. BB പോലൊക്കെയുള്ളവരാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മനസ്സിലാവുന്നുണ്ട് എന്ന് അവർ അംഗീകരിക്കും. പക്ഷെ ആ ദിശയിലേക്ക് അവരുടെ സൈദ്ധാന്തികമായ ആശയപരമായ നിലപാടുകളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ അവർ നിസ്സഹായരാണ്. കാരണം വർഗസമര സിദ്ധാന്തത്തിൽ മാത്രമായി യാന്ത്രികമായി തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ജാതി സമ്പ്രദായത്തെ മനസ്സിലാക്കാൻ, ഇന്ത്യയെ പോലുള്ള സമൂഹത്തിൻ്റെ അതിൻ്റെ ആ ഘടനയെ മനസ്സിലാക്കാൻ അവർ നിസ്സഹായരായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി അതാണ്. അത് ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ കൂടി ആ രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുരോഗമനപരമായിട്ടൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഉള്ളിൽ ആരോഗ്യകരമായ രീതിയിലുള്ള ദിശാനിർണ്ണയം നടത്തിക്കൊടുക്കുന്നതിനൊക്കെ അവർക്ക് കഴിയാൻ ആ രീതിയിലുള്ള ഇടപെടലുകൾ കഴിയേണ്ട ഒരു വിഭാഗമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഈ സവിശേഷ സാമൂഹിക ഘടനയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ സൈദ്ധാന്തികമായ പരിമിതി കൊണ്ട് തന്നെ അത് കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു വേദിയും
നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള അവസരവും നന്ദി.